ആദ്യം കൊച്ചിയിലേക്കാണ് ഒരു കൊടും ക്രൂരതയുടെ വാർത്ത ഇപ്പോൾ ഈ മണിക്കൂറിൽ വരുന്നുണ്ട്. കൊച്ചി വടുതലയിൽ അയൽവാസിയും ഭാര്യയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ഒരാൾ ആത്മഹത്യ ചെയ്തു. വടുതല സ്വദേശി വില്യമാണ് ആത്മഹത്യ ചെയ്തത്. വില്യം തീ കൊളുത്തിയ ക്രിസ്റ്റഫറിനെയും ഭാര്യ മേരിക്കുട്ടിയെയും ലൂർദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അമൽ സുരേന്ദ്രൻ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നു. അമൽ, എന്താണ് പ്രകോപനം എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? എപ്പോഴായിരുന്നു സംഭവം? ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സുഹേൽ, ഇന്നൊരു 8 മണിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പെട്ടെന്നുണ്ടായ പ്രകോപനം എന്താണ് എന്ന് പ്രദേശവാസികൾക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതായിട്ടില്ല. കുറേ നാളുകളായിട്ട് ഈ ഒരു പ്രശ്നം ഇവിടെ നിൽക്കുന്നുണ്ട്. തുടക്കത്തിലെ ഇതൊരു അതിർത്തി തർക്കമാണ് എന്ന നിലയിലെല്ലാം വാർത്തകൾ വന്നു. പക്ഷേ ഇവിടുത്തെ പ്രദേശവാസികളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതൊരു അതിർത്തി തർക്കം എന്നതിലുപരിയായിട്ട് ഈ വില്യമിന്റെ സ്വഭാവത്തിലുള്ള ചില പ്രത്യേകതകൾ കൊണ്ടുണ്ടാകുന്ന ഈ പ്രദേശവാസികളുമായി എല്ലാം വില്യമിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമാണ് തൊട്ടടുത്തുണ്ടായിരുന്ന ക്രിസ്റ്റഫറും മേരിക്കുട്ടിയുമായും വില്യമിന് ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്നാണ് ഇന്ന് വൈകിട്ട് ഈ ഒരു മേരിക്കുട്ടിയുമായിട്ട് ഈ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു സ്കൂട്ടറിൽ ഈ ഒരു ചെറിയ വഴിയിലൂടെ വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്ന ക്രിസ്റ്റഫറിനെയും മേരിക്കുട്ടിയും വഴിയിൽ തടഞ്ഞു നിർത്തി മുൻകൂട്ടി കയ്യിൽ കരുതിയിരുന്ന കുപ്പിയിലെ പെട്രോൾ ഇവരുടെ തലവഴി ഒഴിച്ച് ഇവരെ തീ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇവർക്ക് തീ ആളിപ്പടരുന്നത് കണ്ടതിനെ തുടർന്ന് ഈ വില്യം നേരെ നമുക്ക് കാണാം, പിന്നിൽ കാണാവുന്ന ആ ഒരു മഞ്ഞ വീട് നമുക്ക് കാണാം. അതാണ് വില്യംസിന്റെ വീട്. ഈ ഒരു വീടിനുള്ളിലേക്ക് അയാൾ പോവുകയും അവിടെ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോഴും വില്യംസിന്റെ മൃതദേഹം ഈ ഒരു വീടിനുള്ളിൽ തന്നെയാണ് ഉള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ ഇന്ന് തന്നെ നടക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഏതായാലും നിലവിൽ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടുണ്ട്. ഈ ഒരു സംഭവത്തെ തുടർന്ന് അപ്പോൾ തന്നെ ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെല്ലാം ചേർന്ന് ക്രിസ്റ്റഫറിനെയും മേരിക്കുട്ടിയും തീ അണച്ച് നേരെ ഇവിടെ അടുത്തുണ്ടായിരുന്ന ലൂർദ് ആശുപത്രിയിലേക്ക് മാറ്റിയുണ്ടായി. നമുക്കറിയാവുന്നതാണ്, ലൂർദ് ആശുപത്രിക്ക് തൊട്ട് പിന്നിലായിട്ടുള്ള ഗോൾഡൻ സ്ട്രീറ്റിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഏതായാലും ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ക്രിസ്റ്റഫറിന്റെ നില അല്പം ഗുരുതരമാണ്. ഇദ്ദേഹത്തിന്റെ തലയിലും മുഖത്തും നെഞ്ചത്തും കയ്യിലുമാണ് ഗുരുതരമായിട്ട് പൊള്ളലേറ്റിരിക്കുന്നത്. അതേസമയം മേരിക്കുട്ടിയുടെ സ്ഥിതി എന്ന് പറയുന്നത് അത്രമേൽ ഒരു പ്രശ്നം ആരോഗ്യപരമായിട്ട് മേരിക്കുട്ടി താരതമ്യേന അപകടത്തിൽ തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ക്രിസ്റ്റഫറിന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. പക്ഷേ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം എന്താണ് എന്നതിനെക്കുറിച്ച് പറയുവാൻ ഇപ്പോൾ നാട്ടുകാർക്കായാലും ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം വെച്ചാൽ ഇവർ എല്ലാവരുമായിട്ടും ക്രിസ്റ്റഫറിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഇവരുടെ എല്ലാം വസ്തുവിലേക്ക് ക്രിസ്റ്റഫറിന്റെ ഭാഗത്തുനിന്ന് ചില മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് പലപ്പോഴായിട്ട് ഈ പ്രദേശവാസികളെല്ലാം ചോദ്യം ചെയ്തുവെന്നും പറയുന്നുണ്ട്. അതിനെ തുടർന്ന് ഇവിടെ CCTV ദൃശ്യങ്ങൾ വെച്ചിരുന്നു. ഈ CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഈ CCTV ക്യാമറകൾ തന്റെ മുറിയിലേക്ക് ഉള്ള ദൃശ്യങ്ങൾ കൂടി പകർത്തുന്നു എന്നെല്ലാം പറഞ്ഞ് വില്യം പലപ്പോഴായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെന്നും ഈ നാട്ടുകാർ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ ഈ നാട്ടുകാരോടെ എല്ലാം സംസാരിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് ക്രിസ്റ്റഫറിന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴായിട്ട് നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ഇയാൾക്ക് ഏതാണ്ട് 54 വയസ്സോളം പ്രായമുള്ള ഒരാളാണ് ക്രിസ്റ്റഫർ. ഇപ്പോഴും ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ചേട്ടാ, ഈ ക്രിസ്റ്റഫറിന്റെ ഒരു സ്വഭാവത്തിലുള്ള ഒരു വൈകല്യം തന്നെയാണോ ഈ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചത്? സ്വഭാവ വൈകല്യമാണ്. അവർ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെ രാഷ്ട്രീയക്കാരെയൊക്കെ ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലും, കോംപ്രമൈസ് ചെയ്യും. പക്ഷെ അതല്ല, ഒരു ക്രിമിനലാണെങ്കിൽ അത് ക്രിമിനലിനെ നേരിടേണ്ട പല രീതികളുണ്ട്. അപ്പോൾ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോന്നാൽ അവർ ഇതേപോലെ അഴിഞ്ഞാട്ടം നടത്തും. അവരെ പിന്നീട് ആരെങ്കിലും ഇറക്കിക്കൊണ്ടുവരാൻ. എന്തായിരുന്നു ഈ പ്രശ്നം ശരിക്കും? ഇതൊരു അതിർത്തി തർക്കം അങ്ങനെ എന്തെങ്കിലും ആണ്? അതിർത്തി തർക്കമൊന്നുമല്ല, ഒരു അതിർത്തി തർക്കമില്ല. ഇത് വെറുതെ വഴിയല്ലേ ഉള്ളത്. ഇവൻ മുൻകൂട്ടി 2-3 വർഷം മുമ്പ് ഇവൻ അവരെ വീട്ടിൽ കൊണ്ട് മലം നമ്മൾ വിസർജ്യ വസ്തുക്കളൊക്കെ അവരെ വീട്ടിൽ കൊണ്ടുള്ള നിലവിൽ കേസുള്ളതാണ്. ഇത് നാട്ടുകാരായിട്ട് മൊത്തത്തിൽ കേസാണ്. ഈ പ്രദേശവാസികളും മറ്റുമായിട്ടും ഇയാൾക്ക് പ്രശ്നങ്ങളുണ്ട്. ഞാനായിട്ട് കേസുള്ളതാണ്. ഞാനത് പറയേണ്ടതില്ലാതിരിക്കണം. പക്ഷെ ഇത് ആള് അത്ര നല്ല ആളല്ല. പക്ഷെ ഇതിപ്പോ പെട്രോൾ ഒഴിച്ച് കത്തിക്കാന്ന് പറയുമ്പോൾ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്താണല്ലോ. തൂങ്ങി മരിച്ച ആളുടെ പേരാണ് വില്യംസ്. പാവങ്ങളാണ് അവര്. പറഞ്ഞോട്ട് വാർക്കപ്പണിക്ക് പോയി ജീവിക്കുകയാണ്. ക്രിസ്റ്റഫർ മേരിക്കുട്ടി ഒരു മക്കളൊന്നുമില്ല. ഒരു പള്ളിയിലത്തെ കഴിഞ്ഞ് വരണം. എന്റെ വൈഫിന്റെ ഫ്രണ്ടാണ് ഈ ക്രിസ്റ്റഫറിന്റെ വൈഫ്. ഇവർക്ക് മക്കളില്ലായിരുന്നു, മേരിക്കുട്ടിക്കും ക്രിസ്റ്റഫറിനും? മക്കളൊന്നുമില്ല. പക്ഷെ ഇത് വെൽ പ്ലാൻഡ് ആണ്. നമുക്കറിയാം, പെട്രോൾ വെച്ച് മുൻകൂട്ടി കത്തിക്കുക, തൂങ്ങിച്ചാവുക എന്നൊക്കെ പറയുമ്പോ ഇത് പോലീസ് ഒന്നും കൂടി ഉണർന്ന് പ്രവർത്തിക്കും. നേരത്തെ ഏതെങ്കിലും തരത്തിൽ ഈ കൊല്ലുമോ അങ്ങനെ എന്തെങ്കിലുമുള്ള ഭീഷണികൾ ഈ ഒരു വില്യംസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു? ഇവന് ഇതിനു മുമ്പ് ഇവനോട് വൈരാഗ്യമുണ്ട്. ഈ വൈരാഗ്യം ഇവൻ മനസ്സിൽ വെച്ചിട്ടാണ്. ഇതുപോലെ തന്നെ ഇവന്റെ ചേട്ടന്റെ മോനെ വൈരാഗ്യം വെച്ചിട്ടാണ് ഹാമറിന് തലക്കടിച്ചത്. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ സംഭവം. കുറെ നാളായി, ഇത് വർഷങ്ങളായിട്ടുള്ള വൈരാഗ്യം ഇവനെ എങ്ങനെയെങ്കിലും ഒത്തു കിട്ടാൻ വേണ്ടി നിൽക്കണ ഇതായിരുന്നത്.
നേരത്തെയും ഇത്തരത്തിൽ വില്യംസിന്റെ ഭാഗത്തുനിന്ന് മറ്റു പലരെയും ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി തന്നെ വില്യംസ് പ്ലാൻ ചെയ്തതാണ് ഈ ക്രിസ്റ്റഫറിനെയും മേരിക്കുട്ടിയെയും അപായപ്പെടുത്തിയത് എന്നാണ് നാട്ടുകാരുടെ ഭാഗത്ത് പറയുന്നത്. ഈ നാട്ടുകാരിൽ പലരുമായിട്ടും വില്യംസിന് കേസുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇത് പലപ്പോഴായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയതാണ്. പിന്നീട് അവിടെ നിന്ന് പലതരത്തിലുള്ള കോംപ്രമൈസുകളെ തുടർന്ന് ഈ കേസുകളെല്ലാം ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വർഷങ്ങളായിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അയൽപക്ക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ്, അതിന്റെ ഒരു മൂർച്ഛിച്ച ഒരവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ഒരു കൊടൂരമായ കുറ്റകൃത്യം ഇവിടെ നടന്നത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ ക്രിസ്റ്റഫറിന്റെയും മേരിക്കുട്ടിയുടെയും അവസ്ഥ അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ചേട്ടാ, ഈ ഒരു പ്രദേശവാസിയാണോ? വില്യംസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു? നേരത്തെ എപ്പോഴും ഇവരായിട്ട് പ്രശ്നമുണ്ട്. ഇവർ രണ്ടുപേരും കൂടി തമ്മിൽ വഴക്കുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇത്. ഇരിക്കുമ്പോഴും ഞങ്ങൾ പല കേസും ഇവന് ഈ വില്യംസ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒത്തുതീർപ്പാക്കി കൊടുത്ത ഒരാളാണ് ഞാൻ. ഇവൻ ഞങ്ങൾ പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി ഒരു പ്രശ്നമില്ലാതെ ഇവനെ ഒഴിവാക്കി വിട്ടാണ്. ഇവരായിട്ടല്ല, പല കേസിലായിട്ട്. വില്യംസിന് എന്തായിരുന്നു ഉപജീവന മാർഗം? എന്താ? അവൻ പെയിന്റ് പണിക്കാരനാണ്. മേരിക്കുട്ടിയും ക്രിസ്റ്റഫറും ഒക്കെ അവര് വേറെ, അവര് അപ്പുറത്തെ വീടാണ്. അവരുടെ അവരിപ്പോൾ പള്ളിയിലേയും കഴിഞ്ഞ് വന്ന സമയത്താണ് ഇവന് ഇത് ചെയ്തത്. ഞങ്ങൾ ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്താണ് ഒരു ഓട്ടോറിക്ഷക്ക് സുരേഷ് ലാൽ എന്ന് പറഞ്ഞ ആളാണ് ഇവരെ ഞാനും സുരേഷ് ലാലും കൂടിയാണ് ഒരു ആശുപത്രി കൊണ്ടുപോയത്. ആശുപത്രി കൊണ്ടുപോയി ഇയാളുടെ മൊത്തം പൊള്ളിയേറുണ്ട്, പാതിയോളം പൊള്ളിയേറുണ്ട്. അത്രമാത്രം അറിയാം. രണ്ടുപേരെ ആശുപത്രിയിൽ കയറ്റിയിട്ടാണ് ഇവിടെ വന്നപ്പോൾ ഇവനെ തപ്പിയാണ് ഞങ്ങൾ വന്നപ്പോൾ തൂങ്ങിക്കിടക്കണേ. എന്തായാലും അതിക്രൂരമായ ഒരു വാർത്തയുടെ വിവരങ്ങളാണ് വടുതലയിൽ നിന്ന് വരുന്നത്. അയൽവാസികളായ 2 പേരെയാണ് തീ കൊളുത്തിയത്. ഇരുവരും ചികിത്സയിലാണ്. തീ കൊളുത്തിയ അയൽവാസിയായ വില്യംസ് എന്ന് പറഞ്ഞാൽ 55 വയസ്സിലധികം പ്രായമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അയാൾ സ്വന്തം വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത്. മുൻ വൈരാഗ്യത്തിൻ്റെ ഒരു ഇൻസിഡൻസ് നാട്ടുകാർ പറയുന്നുണ്ട്. നേരത്തെ ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഈ പറയുന്ന അയൽവാസികളുടെ വീട്ടിലേക്ക് മാലിന്യവും വിസർജ്യമടക്കം എറിഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു പോലീസ് കേസുണ്ടെന്ന് നാട്ടുകാരുടെ ഭാഷയിൽ നിന്ന് വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നതിൽ സ്ഥിരീകരണമായിട്ടില്ല. എന്തായാലും ഒരു മോട്ടീവ് ഇത്തരത്തിൽ ഇവർ തമ്മിലൊരു വൈര്യമുള്ളതായി നാട്ടുകാർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്താണ് കൃത്യമായി ഇന്ന് ഈ ദിവസം ഇങ്ങനൊരു അതിക്രമം നടത്താനുണ്ടായ പ്രകോപനം എന്ന കാര്യം അവ്യക്തമായി തുടരുകയാണ്. എന്തായാലും വളരെ ആസൂത്രിതമായ, വളരെ ഓപ്പറേറ്റഡായ ഒരു കൃത്യമാണ് നടത്തിയിരിക്കുന്നത്. ഇരുവരും ഇന്ന് പുറത്തു പോകുമെന്നും ഈ സമയത്ത് അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ പള്ളിയിൽ നിന്ന് വരികയാണെന്ന് മനസ്സിലാക്കുന്നു. ഈ സമയത്ത് അവർ തിരികെ വരുമെന്നും മനസ്സിലാക്കി കൃത്യമായി പെട്രോളടക്കം കരുതി ശേഖരിച്ചു വെച്ച് വരുന്ന വഴിയിൽ ഇവരുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇരുവരും ഇപ്പോൾ ചികിത്സയിലാണ്. ഒരാളുടെ നില അല്പം ഗുരുതരമാണെന്ന് മനസ്സിലാക്കുന്നു. അമൽ സുരേന്ദ്രൻ വീണ്ടും നമ്മോടൊപ്പം ചേരുന്നു. അമൽ, ഈ പറഞ്ഞ നാട്ടുകാരുടെ ഭാഷ്യമനുസരിച്ചാണെങ്കിലും നമ്മൾ ഈ ഗ്രൗണ്ട് സീറോയിൽ ആ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, കൃത്യമായ ആസൂത്രണം ഇതിലുണ്ട്. ഈ പറയുന്ന ഈ അയൽവാസികളായ 2 പേരും ഈ സമയത്ത് വീട്ടിലേക്ക് മടങ്ങി വരുമെന്നും ആ ഇടത്ത് അധികം ആളുകൾ ഉണ്ടാകില്ല എന്നൊക്കെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി വളരെ ഫംഗ്ഷനലായി ഓപ്പറേറ്റ് ചെയ്താണ് ഈ കൃത്യം നടത്തിയെന്ന് മനസ്സിലാക്കുന്നു. ഒരു ആസൂത്രിത സ്വഭാവം ഇതിനുണ്ടെന്ന കാര്യത്തിൽ തീർച്ചയല്ലേ. അതിനപ്പുറത്തേക്ക് ഒരു മുൻ വൈരാഗ്യത്തിൻ്റെ പലവിധ വിഷയങ്ങളും നാട്ടുകാരടക്കം പറയുന്നു, അല്ലേ? സുഹേൽ, അങ്ങനെ തന്നെയാണ്. ഈ ഒരാളുടെ വൈരാഗ്യം തോന്നിയാൽ അയാളെ ആക്രമിക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക്, അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് പോകുന്ന ഒരാളാണ് വില്യംസ് എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികൾ, അതായത് വില്യംസിന്റെ വീടിന്റെ സമീപത്ത് താമസിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത്. മുൻപ് ഇത്തരത്തിൽ മറ്റൊരാളെ ഈ വില്യംസ് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹാമർ വെച്ച് തലയ്ക്കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നത് കേസായതാണ്. അപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു സംഭവം വില്യംസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു. ഇത്തവണ അത് കുറെ കൂടി ഗുരുതരമായിരിക്കുകയാണ്. അല്ലെങ്കിൽ 2 ജീവനുകളുടെ തുലാസിൽ വെക്കുന്ന തരത്തിലുള്ള അത്തരത്തിൽ അങ്ങേയറ്റം അപകടകരമായ രീതിയിലാണ് ഇത്തവണ വില്യംസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. വില്യംസിന് ലഹരി ഉപയോഗിക്കാറുണ്ട് എന്നൊരു ആരോപണവും ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടതാണ്. ഏതായാലും നാട്ടുകാർ പറയുന്ന ഒരു വിവരം വെച്ച് ഈ ഒരു കൃത്യത്തിന് വ്യക്തമായിട്ടുള്ള ആസൂത്രണം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഇത് അങ്ങേയറ്റം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്, ചെറിയൊരു വഴിയാണ്. അപ്പോൾ ആളുകൾ കാണില്ല എന്ന് കരുതിയല്ല, പക്ഷേ ആളുകൾ കണ്ടാലും തനിക്കൊന്നുമില്ല എന്നൊരു നിലയിലാകാം ഒരു പക്ഷേ അദ്ദേഹം ഇത്തരത്തിൽ ചുറ്റിനും വീടുകളുണ്ട്, ഒരു വീടിന് മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ തീ കൊളുത്തിയത് പോലും. അപ്പോൾ ഈ ഒരു തീ കൊളുത്തുന്നത് കണ്ടുകൊണ്ടാണ് ഈ സമീപത്തുള്ള ആളുകൾ അവരുടെ ഒച്ചയെല്ലാം കേട്ടുകൊണ്ട് വേഗത്തിലെത്തുകയും തീ അണയ്ക്കുകയും ഇവരെ തൊട്ടടുത്തുണ്ടായിരുന്ന ലൂർദ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. സുഹേൽ,
തീർച്ചയായും വ്യക്തമാണ്. നാട്ടുകാരുടെ വാക്കുകളിൽ നിന്നൊരു മുൻവൈരാഗ്യ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും എന്താണ് ഈ പ്രകോപനത്തിന് കാരണമെന്ന കാര്യത്തിലടക്കം അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതുണ്ട്. പരിക്കേറ്റ പൊള്ളലേറ്റ രണ്ടുപേർ ഇപ്പോൾ ചികിത്സയിലാണ്. ഈ കൃത്യം നടത്തിയാൽ സ്വന്തം വീട്ടിൽ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശം